സർ, തിബത്തൻ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുകയാണ്. പല പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഇന്ത്യ അതെങ്ങനെയാണ് ബാധിക്കുക? ഈ വാർത്ത സത്യമാണ്. ടിബറ്റില് നമ്മുടെ ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്നുള്ളതാണ് ഒരു വലിയ സത്യം. നമ്മൾ ടിബറ്റ് ടിബറ്റ് എന്ന് പറയുമെങ്കിലും അത് തൽക്കാലം ചൈനയുടെ ഭാഗം തന്നെയാണ്. അതിനകത്തൊരു നദിയുണ്ട്, യാർലോങ് സാങ്പോ എന്ന് പറയുന്ന നദി. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്തിന് നേരെ മേളിലായിട്ട് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ഒരു ഷാർപ്പായിട്ട് ഒരു ടേൺ വന്ന് അരുണാചൽ പ്രദേശിൽ കയറി അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലോട്ട് ഒഴുകുന്ന നദിയാണ്. ഇതിലെ ഇന്ത്യൻ പാർട്ടിന്റെ പേര് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയും. അതിന്റെ പേരാണ് ബ്രഹ്മപുത്ര. ഇതിനകത്ത് നമ്മുടെ ഈ അരുണാചൽ പ്രദേശിൽ അതിനകത്ത് സിയാം എന്നാണ് അതിന് പറയുക. അപ്പൊ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയ വലിയ നദികൾ പലതും പല പല രാജ്യങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നൊഴുകി പാകിസ്ഥാനിലോട്ട് പോകുന്ന നദികളുണ്ട്. അതിൽ നമ്മൾ അണകെട്ടിയായി പാകിസ്ഥാന് പണി കൊടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യക്കിട്ട് പണിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഇത്. എവിടെയാണെന്ന് വെച്ചാൽ മെഡോങ് കൗണ്ടി എന്ന് പറഞ്ഞ പിന്നെ ഈ അരുണാചൽ പ്രദേശം തൊട്ട് കിഴക്ക് ഭൂട്ടാനില് ആണ് ടിബറ്റിലാണ് ഈ സംഭവം. ടിബറ്റിൽ നിന്ന് നമ്മള് നമ്മുടെ ബോർഡർ, അരുണാചൽ പ്രദേശിന്റെ ബോർഡറിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഡാം പണിയുന്നത്. ഈ ഡാം ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിട്ടാണ് ചൈന കൊണ്ടുവരുന്നത്. 60,000 മെഗാവാട്ട് ശേഷിയുള്ള മെഡോങ് ജലവൈദ്യുത നിലയം. ഇതാണ് അതിന്റെ പരിപാടി. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരിക്കുമെന്നാണ് പറയുന്നത്, വൈദ്യുത അണക്കെട്ട്. അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 137 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. 137 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറയുന്നത് 100 മില്യൺ ആണ്. അങ്ങനെ 137 ബില്യൺ ഡോളർ. ഇത് എന്താണ് ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ 2024 ഡിസംബറിൽ ചൈന അതിന് ഫൈനൽ ഗോ ഹെഡ് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഈ നദിക്ക് ഒരു 50 കിലോമീറ്റർ ഒഴുകുമ്പോഴേക്ക് ഈ പ്രദേശത്തുകൂടെ 50 കിലോമീറ്റർ ഈ നദി ഒഴുകുമ്പോൾ ഏകദേശം 2000 മീറ്റർ താഴേക്ക് വരും. അതായത് അത് സാറിന് വളരെ റെയറാണ്. ഈ നദികള് താഴേക്ക് ഒഴുകുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. പക്ഷെ ഇത് 50 കിലോമീറ്റർ ഒഴുകുമ്പോൾ തന്നെ 2000 മീറ്റർ, അതായത് 2 കിലോമീറ്റർ താഴേക്ക് വരുമെന്ന് പറയുമ്പം കുത്തൊഴുക്കാണ്. ഈ കുത്തൊഴുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വളരെ നല്ലതാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ആ സ്ഥലത്ത് 20 കിലോമീറ്റർ നീളത്തില് പാറയ്ക്കകത്തുകൂടെ 4 ടണലുകൾ ഉണ്ടാക്കും, വലിയ ഹ്യൂജ് ടണലുകൾ. എന്നിട്ട് അതുവഴി ഡയറക്റ്റ് ചെയ്ത് ജലവൈദ്യുത പദ്ധതി ആണ് അവരുടെ പ്രധാനം. നമുക്കുള്ള പ്രസക്തി എന്താണ്? ഇത് നേരെ അരുണാചൽ പ്രദേശിലോട്ട് വരുന്നു. അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിൽ കൂടി ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ് ഒഴുകുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ആസാമിനും അരുണാചൽ പ്രദേശിനും ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഒരു ജീവനാഡിയാണ്. എന്താണ് അവിടുത്തെ കുടിവെള്ളം, അവിടുത്തെ കൃഷിക്കുള്ള സംഭവം, മത്സ്യസമ്പത്ത്, ഇതിന്റെ കരയിലുള്ള പൈതൃക സമ്പത്തുകൾ. അപ്പൊ ഇത് വളരെ പ്രസക്തമാണ് ഇന്ത്യക്ക്. ബ്രഹ്മപുത്ര ആയി കഴിയുമ്പം നമ്മുടെ ജീവവായു, ജീവനാഡി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോ അതിന്റെ മേളിലാണ് ഈ ചൈന അണക്കെട്ടുണ്ടാക്കുന്നത്. അതും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം മാറി ഒരു അണക്കെട്ട് ഉണ്ടാക്കുക. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചൈനയുമായിട്ട് അത്ര നല്ല കണ്ടീഷൻ അല്ല നമ്മുടെ രാജ്യം. എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവും. ഇവര് ഓരോ ഡിപ്ലോമാറ്റിക് തർക്കത്തിനും അതിർത്തി തർക്കത്തിനും ഇങ്ങോട്ടുള്ള ജലം കടത്തിവിടുന്നത് കുറച്ചാൽ നമ്മളെ കഴുത്ത് ഞെരിക്കാൻ പറ്റും. നമ്മൾ പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഞെരിക്കാൻ പറ്റും. അതായത് ബ്രഹ്മപുത്രയിലുള്ള വെള്ളം ഒഴുക്കിനെ അവർക്ക് തടയാം. അപ്പൊ നമുക്ക് താഴോട്ടുള്ളവർക്ക് വെള്ളം കിട്ടത്തില്ല, കുടിവെള്ളം കിട്ടത്തില്ല, കൃഷിക്കുള്ള വെള്ളം കിട്ടത്തില്ല, മത്സ്യസമ്പത്ത് നശിക്കും. വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അപകടം. പിന്നത്തെ പ്രശ്നം എന്താണ്? പിന്നെ ഒരു ഗതികെട്ട സമയത്ത് വെള്ളം അങ്ങോട്ട് തുറന്നു വിടുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പൊ ഒരു യുദ്ധപരമായ സിറ്റുവേഷൻ, ഈ ഡാം അങ്ങോട്ട് പൊട്ടിച്ചു വിടുകയാണെന്ന് വെച്ചാൽ ഒരു വൻ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ മുഴുവൻ കുത്തി വലിച്ചങ്ങ് പോകും. അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള. അപ്പൊ ഇന്ത്യയുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ജലം തീർച്ചയായിട്ടും നമ്മുടെ ഇതുവരെയുള്ള സങ്കല്പങ്ങൾ അനുസരിച്ച് ചൈനയുടെ സ്ഥലത്ത്
ഡാം കെട്ടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് തന്നെ ഒരു 7 ഡാമുകളുണ്ട്. ഒരു 3-4 കമ്മീഷൻ ചൈനയുടെ ഭാഗത്ത് തന്നെ ഇതിന്റെ ഉത്ഭവ സ്ഥാനത്തിനോട് അടുത്ത് ഒരു 3 ഡാമുകൾ ഇപ്പോഴേ ഫങ്ഷനിങ് ആണ്. ഒരു 4 ഡാമുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ അടുത്തൊരു 30 കിലോമീറ്റർ മാത്രം മാറി ഒരു വലിയ ഡാം കെട്ടാൻ പോകുന്നത്. അത് വളരെ വലിയ ഡാമാണ്. അപ്പൊ എന്താണ് ഇന്ത്യക്കുള്ള ഓപ്ഷൻസ്? ഇന്ത്യ അത് ഓൾറെഡി അത് പിന്നെ മാത്രമല്ല ഒരു 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 അപകടം കൂടെ ഉണ്ട്. ഇതെല്ലാം ഈ ജിയോളജിക്കലി ഫ്രജൈൽ ഏരിയ എന്ന് പറയും. അതായത് ഭൂകമ്പ സാധ്യതയുള്ള ഏരിയകളാണ്. ഈ ഭൂകമ്പ സാധ്യതയുള്ള ഏരിയയിൽ പരിസ്ഥിതി പ്രവർത്തകരും അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ ഇതൊക്കെ കൊണ്ട് തന്നെ? അതായത് ഈ ഭൂകമ്പത്തിന്റെ ഒരു കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നത് വലിയ ഡാമുകൾ, ചെറിയ ഡാമല്ല, വലിയ ഡാമുകൾ അങ്ങനെ കെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാല് ആ വെള്ളത്തിന്റെ പ്രഷർ നമ്മൾ സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ്. അത് ഭൂചലനം ഉണ്ടാക്കുമെന്ന് അറിയപ്പെടുന്ന സത്യമാണ്. മാത്രമല്ല മണ്ണൊഴുക്കല്, മണ്ണിടിച്ചില്, ഇതങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടത്തെ ജനങ്ങൾ താമസിക്കുന്നതാണ്. അപ്പൊ അതും ഇന്ത്യക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ. ഇനി അടുത്തത്, നമുക്ക് ഇപ്പൊ അവരുടെ സ്ഥലത്ത് ഡാം കെട്ടരുതെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. നമ്മുടെ ആശങ്കകൾ പരിഹരിച്ച് അതും കൂടെ കൈകാര്യം ചെയ്തിട്ട് വേണം അവർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു തന്ത്രം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വലിയൊരു ഡാം ഇത് ഒഴുകി തിരിച്ച് അപ്പൊ ചൈന പറയുന്നുണ്ട് നിങ്ങളുടെ ജലലഭ്യത ഇല്ലാതാക്കില്ല, ജലലഭ്യത ഉണ്ടാവും, ഞങ്ങൾ ഡാം കെട്ടി ഞങ്ങൾ അതിനകത്ത് എന്താണ് പറയുക, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആ വെള്ളം തിരിച്ച് ഇതിനകത്തോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ വെള്ളത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടാകൂല എന്ന് അവർ പറയുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു പീസ്ഫുൾ ടൈമിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് ഒരു ഡാം കെട്ടി കഴിയുമ്പോഴത്തേക്ക് ആ ഡാമിന് ഒരു വെപ്പണൈസ് ചെയ്യാനും പറ്റും, അല്ലെ, ഒരു ആയുധമാക്കി മാറ്റാനും കൂടെ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഗതികെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ താഴെയൊക്കെ നമ്മുടെ സൈന്യങ്ങൾ തമ്പടിച്ചിരിക്കുന്ന സമയത്ത്, ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇത് പൊട്ടിച്ചു വിട്ടാലോ? ഇതൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാല് ഈ അരുണാചൽ പ്രദേശിലോട്ട് ഇത് കയറി കഴിഞ്ഞാൽ ഉടനെ, അരുണാചൽ പ്രദേശിനെ കുറിച്ച് തന്നെ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു സിയാങ് ആണ്, അപ്പർ സിയാങ്ങിൽ വേറൊരു മെഗാ ഡാം, ഇത് ഇന്ത്യയിൽ കയറി കഴിഞ്ഞാൽ ഉടനെ വേറൊരു മെഗാ ഡാം നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അഥവാ അത് പൊട്ടിച്ച് വിട്ടാൽ പോലും അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ഡാം, നമ്മുടെ കയ്യിലുള്ള ഡാം തടയും. അപ്പൊ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അപ്പർ സിയാങ്ങില് വേറൊരു മെഗാ ഡാം ഉണ്ടാക്കി അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ ഭാഗത്തോട്ട് കയറി വന്ന ഉടനെ തന്നെ വേറൊരു ഡാം ഉണ്ടാക്കി പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാം. അതിന്റെ താഴോട്ടുള്ള അവർക്ക് പെട്ടെന്ന് തുറന്നു വിടാനൊന്നും പറ്റത്തില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്ത്യക്ക് ഇതിനകത്ത് ഈ നമ്മുടെ ബ്രഹ്മപുത്രയിൽ നമുക്ക് വേറെ ഡാമുകളുണ്ട്. ഈ നദികളിൽ ഡാമുകളുടെ ഒരു അയ്യരുകളിയുള്ള സ്ഥലമാണ്. ഇന്ത്യക്ക് ഓൾറെഡി ഡാമുകളുണ്ട്. ഇന്ത്യ 2 ഡാമുകൾ ഉണ്ടാക്കിയിട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ ബഹളം മൂലം നിർത്തിവെച്ചിട്ടുള്ള 2 ഡാമുകളുണ്ട്. ഇത് തന്നെ ഇന്ത്യ തന്നെ പകുതി കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കും പലവിധ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ആലോചിക്കണം. മാത്രമല്ല ഇന്ത്യ പറയുന്ന 2 കാര്യമാണ്. നമ്മളിപ്പോ തമിഴ്നാടുമായിട്ട് പറയും പോലെ അവിടെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ജലത്തിന്റെ കൺട്രോളിന്റെ, ജലത്തിന്റെ ഡേറ്റ, തത്സമയ ഡേറ്റ ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ അവിടെ വരുന്ന വെള്ളത്തിന്റെ അളവ്, വെള്ളം ശേഖരിക്കുന്നതിന്റെ അളവ്, വെള്ളം തുറന്നു വിടുന്നതിന്റെ അളവൊക്കെ ഇന്ത്യക്ക് തത്സമയം കിട്ടണം. ഒന്നത്. 2, എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് ആലോചിച്ച് മാത്രമേ അതിനകത്ത് വെള്ളം തുറന്നു വിടുന്ന കാര്യങ്ങളായാലും ശരി, മുന്നറിയിപ്പ് കഴിഞ്ഞാൽ ഇതിനൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഓൾറെഡി ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ കൂടി ഒരേ നദി ഒഴുകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഓൾറെഡി ധാരണകളുണ്ട്. ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് സൗഹൃദ രാജ്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ത്യയും ചൈനയുമായിട്ടൊരു പ്രശ്നം നിലനിൽക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. അപ്പം ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇതൊരു വളരെ സീരിയസ് പ്രശ്നമാണ്. നമ്മളെപ്പോഴും പാകിസ്ഥാനെതിരെയുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ കൺട്രോളിലായി, ഇനി പാകിസ്ഥാന്റെ കാര്യം പോക്കാണ് എന്ന് പറയുമെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ സാധനം അവന്റെ കയ്യിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സംഭവം ചർച്ചാ വിഷയമാകേണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2033 ഇതിന്റെ പണി കഴിയും. അപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ഇഷ്യൂസ് തുടങ്ങാൻ പോകുന്നത്. പക്ഷേ ഈ 2024 ഡിസംബറിൽ ചൈന അതിന് ഫുൾ ഗോ ഹെഡ് കൊടുത്തിരിക്കുകയാണ്. ചൈന പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ നദി കൂടെ ഒഴുകുന്ന നദിയാണ്, ഞങ്ങൾക്ക് അതിനകത്തുള്ള എല്ലാ റൈറ്റും ഉണ്ട്, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ദോഷമൊന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളും എന്നാണ് ചൈന പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൗഹൃദങ്ങൾക്കുള്ള എല്ലാ അവസരങ്ങളും, ഇന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞു.
അക്രമത്തിന്റെ സമയം കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടത് സൗഹൃദമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ട്, ചൈന ഇങ്ങോട്ട് വന്നിട്ട് ഒരു സൗഹൃദം വേണം, അമേരിക്കക്കെതിരെ സൗഹൃദം വേണം, അമേരിക്കക്കെതിരെ നമുക്കൊരു സഖ്യം ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരവസരങ്ങളും നിഷേധിക്കാൻ പാടില്ല. ചൈനയാണ് പണ്ട് ഞങ്ങളെ തോപ്പിച്ചാണ്, ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല ശരിയായ രാജ്യതന്ത്രം. അവരുമായിട്ട് ചേർന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് അവന് സൗഹൃദമായി കഴിയുമ്പോഴാണ് നമുക്ക് ചർച്ച ചെയ്യുക. പണ്ട് എപ്പോഴോ നെഹ്റുവിനെ ചൈന പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോഴും ചൈന ചതിക്കും എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ പ്രസക്തിയില്ല. അവൻ ചതിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ബാക്കപ്പ് നമുക്ക് വേണം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമുക്ക് പറ്റുമെങ്കിൽ ഒത്തൊരുമിച്ച് പോവുക തന്നെയാണ് നല്ലത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ്, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇന്ത്യയെ ഞെരുക്കാൻ പറ്റുന്നത്. നമ്മുടെ ആസാം എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഏരിയയാണ്, അവിടെയുള്ള കുടിവെള്ളം മുട്ടിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നയതന്ത്രപരമായും തന്ത്രപരമായും സൈനികപരമായും ഇതിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയമായി. കാരണം എന്ന് വെച്ചാൽ അവർ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു